ഹലോ മക്കളെ, പല കുട്ടികളും പഠിച്ചതും എന്നാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എജുപോർട്ടിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ 7ാമത്തെ ചാപ്റ്ററിലെ കമ്പഷൻ അഥവാ ജ്വലനം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ലെറ്റ്സ് അസസ് അഥവാ തുടർ പ്രവർത്തനങ്ങളിൽ ഒരു പൊട്ടുപോലെ ചെറിയൊരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് അവശേഷിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എങ്ങനെയാണ് കമ്പഷൻ അഥവാ ജ്വലനം ബാലൻസ് ചെയ്യുന്നത്, സമീകരിക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ചില ഡീറ്റെയിൽ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇത് കമ്പഷൻ ബാലൻസ് ചെയ്യുന്നതിന് മുമ്പേ മക്കൾക്ക് ഞാൻ ഒരു ട്രിക്ക്, ഒരു ഷോർട്ട് കട്ട് അഥവാ ഒരു ഫോർമുല ഞാൻ നിങ്ങളോട് പഠിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സാധനമാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. CxHy plus x plus y by 4 O2 gives x CO2 carbon dioxide y by 2 H2O. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കൃത്യമായിട്ട് ആദ്യം ഒന്ന് വായിക്കുക, ഒരു 2 പ്രാവശ്യം എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കിത് കാര്യം മനസ്സിലാവും. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് ചെയ്യാം. അല്ലാതെ നമ്മൾ ആറ്റങ്ങളുടെ എണ്ണവും ഇരുവശത്തും സമമാക്കിയൊക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ സമയം വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഈ ഇക്വേഷൻ കൃത്യമായിട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് പഠിക്കുക. ഒരു 2 പ്രാവശ്യം പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വെറുതെ ഒന്ന് വായിച്ചു നോക്കാം. CxHy plus x plus y by 4 O2. അപ്പോൾ ഓക്സിജൻ്റെ ഇതാണ്, ഓക്സിജന്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ഇതാണ്. x CO2, x കിട്ടിക്കഴിഞ്ഞാൽ CO2 ഓക്കെ ആണ്. y by 2, yനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ H2O കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളൊരു ചോദ്യം നോക്കാൻ പോവാണ്. ആ ചോദ്യം 2 രീതിയിൽ നിങ്ങളോട് ചോദിച്ചേക്കാം. ഏത് രീതി വന്നു കഴിഞ്ഞാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ഞാൻ പറയുകയാണ്. ഈ 2 രീതിയാണ്. C4H8 CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. അപ്പം നിങ്ങളോട് ചോദിക്കും, ചുവടെ തന്നിരിക്കുന്ന അതായത് ഈ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഓർഗാനിക് സ്ട്രക്ചറിൻ്റെ കമ്പഷൻ അഥവാ ജ്വലനം നമ്മളോട് എഴുതി കൊടുക്കാൻ പറയും. അതിൻ്റെ സമീകരണ സമവാക്യം അഥവാ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ കമ്പഷൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജ്വലനം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ സമീകരണ സമവാക്യം എഴുതി കൊടുക്കാൻ പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഒന്നും നോക്കാനില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് 2 കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കൂ. ഇവിടെ എക്സിന്റെ വാല്യൂവും അതേപോലെ തന്നെ വൈയുടെ വാല്യൂവും കിട്ടിക്കഴിഞ്ഞാൽ പരിപാടി തീർന്നു അല്ലെ. എക്സ് ഏതാണ് സാറേ? എടാ, കാർബണിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. കാർബണിന്റെ എണ്ണം എത്ര ഉണ്ട്? 4. റെഡി. ഓക്കെ, വൈയുടെ എണ്ണം എത്ര ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8. റെഡിയാണല്ലോ. അപ്പൊ കാർബണിന്റെ എണ്ണത്തിനെയാണ് എക്സ് എന്ന് പറയുന്നത്, ഹൈഡ്രജന്റെ എണ്ണത്തിനെയാണ് വൈ എന്ന് പറയുന്നത്. അത് ഒറ്റ ധാരണ മതി. എടാ, കാർബണിന്റെ എണ്ണത്തിന് എക്സ് എന്ന് പറയുന്നു, വൈയുടെ എണ്ണത്തിന് എച്ച് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് എക്സിന്റെ വാല്യൂ കിട്ടി 4. അത് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാം. എക്സ് എന്ന് പറയുന്നത് കാർബണിന്റെ വാല്യൂ ആണ്, വൈ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ വാല്യൂ ആണ്. എണ്ണമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, എണ്ണം. ഓക്കെ, അപ്പൊ കാർബണിന്റെ എണ്ണം 4, ഹൈഡ്രജൻ എണ്ണം 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ് 4 വൈ 8. ഓക്കെ, എക്സ് 4 വൈ 8. എന്നാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ തരുന്ന സമയത്ത് നമുക്ക് എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം സാധനം തന്നെ. എത്ര കാർബൺ ഉണ്ട് നോക്കുക. 1 2 3 4. 4 കാർബൺ ആണെങ്കിൽ അത് എക്സ് ആയിരിക്കും. ഇനി ഹൈഡ്രജൻ എത്രയുണ്ടോ അതായിരിക്കും വൈ. 3 4 5 8. അപ്പോൾ വൈയുടെ വാല്യൂ 8. റെഡിയാണല്ലോ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ എണ്ണവും വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എണ്ണവുമാണെന്ന് മാറിപ്പോകരുത്. ഇനി നമ്മൾ നേരെ തൊട്ട് ബാക്കിൽ പഠിച്ച ഈ ഇക്വേഷനിലേക്ക് നമ്മൾ ഈ സാധനങ്ങളെ അപ്ലൈ ചെയ്യുന്നു. എക്സും വൈയും മാത്രം നിങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളെ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോളെ. അതായത് CxHy plus x plus y by 4 O2 gives
XCO2 പ്ലസ് Y/2H2O. ഞാൻ ആ ഇക്വേഷൻ വീണ്ടും എഴുതുകയാണ്. ഞാൻ പറയാണ്, ഈ ഇക്വേഷൻ നല്ല ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 4 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെയൊക്കെ എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് 8 കൊടുക്കുക, അത്രേ വേണ്ടിയുള്ളൂ കേട്ടോ. നേരെ കൊടുക്കുക, ഓൾറെഡി ബാലൻസ്ഡ് ആയിക്കോളും. റെഡി? അപ്പൊ നമുക്ക് നോക്കാം. സി എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ 4, എക്സും വൈയും കാണുന്നിടത്തിലൊക്കെ കൊടുക്കുക കേട്ടോ. HY എന്ന് പറയുമ്പോൾ H8 പ്ലസ് എക്സ് പ്ലസ് Y/4. എക്സ് എത്രയാണ് മക്കളെ? 4 അല്ലെ? പ്ലസ് Y/4 എന്ന് പറയുമ്പോൾ 8/4. റെഡി അല്ലേ? എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക, O2 ഇടുക. ഗിവ്സ് XCO2. എക്സ് എത്രയാ മക്കളെ? 4 CO2 പ്ലസ് Y/2H2O എന്ന് പറയുമ്പോൾ 8/2H2O. പ്രയാസമുണ്ടോടാ മക്കളെ? പ്രയാസമുണ്ടോ? വളരെ ഈസിയാണ്. നമ്മളിതാ എക്സും വൈയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒന്നുകൂടി പറയാണ്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആണ്, വൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെയും എണ്ണമാണ്. എണ്ണം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ചെറുതാക്കാം കേട്ടോ. നോക്കിക്കോളേ. C4H8 റെഡി പ്ലസ് 4 പ്ലസ് 8/4 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 8/4 എന്ന് പറയുന്നത് 2 ആണ് അല്ലേ? 8/4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 4 + 2 O2 gives 4 CO2. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഒരു മാറ്റവും വരുത്തണ്ട. പ്ലസ് 8/2 എന്ന് പറയുന്നത് 4 H2O ആണ് അല്ലെ? 8/2 എന്ന് പറയുമ്പോൾ 4. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ചെറുതാക്കാം. ഫൈനൽ ആൻസർ ആണ് നമ്മൾ ചെയ്യുന്നത്. C4H8 പ്ലസ് 4ഉം 2ഉം കൂടി കൂട്ടിയാൽ 6 O2 gives 4 CO2 പ്ലസ് 4 H2O. ഓക്കെ, അപ്പൊ മക്കളെ നമുക്ക് ബാലൻസ്ഡ് ഇക്വേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതാണ് കമ്പഷൻ അഥവാ C4H8 എന്ന് പറയുന്ന ആ ഒരു ജ്വലനത്തിന്റെ സമീകരണ സമവാക്യം അഥവാ ബാലൻസ്ഡ് സമവാക്യം. കൃത്യമായിട്ട് മക്കൾ മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ തുറപ്പുകുലാൻ. ഇതങ്ങോട്ട് പഠിച്ചേക്കുക. നേരെ എക്സും വൈയും കാണുക, എക്സിന്റെ വൈന്റെ സ്ഥാനത്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇതിന്റെ ഈ ഒരു ഫോമുല കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പഠിച്ചു വെച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കുറേ സമയം എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആകെ 2.5 മണിക്കൂർ 3 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷ ഉള്ളെങ്കിൽ ആ 2.5 മണിക്കൂർ നമുക്കിത് ചെയ്യാൻ സമയമില്ല. അല്ലെങ്കിൽ 1.5 മണിക്കൂർ, നമുക്ക് എത്രയാണോ സമയമുള്ളത് അതിന്റെ 3/4 ഭാഗം നമുക്കിത് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ എന്ത് വില കൊടുത്തും പഠിക്കാം. അങ്ങനെയാണെങ്കിലേ നമുക്ക് അടുത്തൊന്നും ചെയ്ത് നോക്കിയാലോ. C4H10 CH3 CH2 CH2 CH3 അല്ലെ? എത്രയാണടാ മക്കളെ? എത്രയാണടാ കാർബണിന്റെ എണ്ണം? എത്രയാണ് കാർബണിന്റെ അഥവാ എക്സിന്റെ വാല്യൂ? എത്രയാണ് വൈന്റെ വാല്യൂ? വേഗം ഒന്ന് പറഞ്ഞേ. എക്സ് എന്ന് പറയുന്നത് കാർബണിന്റെ വാല്യൂ ആണ്. കാർബണിന്റെ എണ്ണം എത്രയാണ്? 4 ആണ്. വൈ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എണ്ണമാണ്, 10 ആണ്. റെഡി? ഇനി ഈ രൂപത്തിൽ തന്നാലും മക്കൾ അങ്ങനെ തന്നെ ചെയ്യുക. എത്ര കാർബൺ ഉണ്ട് അതായിരിക്കും എക്സ്, എത്ര ഹൈഡ്രജൻ ഉണ്ടോ അതായിരിക്കും വൈ. റെഡിയാണല്ലോ? ഇനി നമുക്ക് ആ ഇക്വേഷൻ ഒന്നുകൂടി നമ്മൾ ഇവിടെ എഴുതുന്നു. ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടി ഇവിടെ എഴുതുന്നു. ദാറ്റ്സ് CXHY പ്ലസ് X പ്ലസ് Y/4 O2 gives XCO2 പ്ലസ് Y/2 H2O. കണ്ടോ, ഞാൻ പഠിച്ചു. ഇനി എക്സിന്റെയും വൈന്റെ സ്ഥാനത്ത് നേരത്തെ അങ്ങോട്ട് ചാമ്പുക കേട്ടോ. തുടങ്ങാണ്. ഇതാ പിടിച്ചോളൂ മക്കളെ. CXHY എന്ന് പറയുമ്പോൾ C4 കളർ ആയിക്കോട്ടെ അല്ലെ? C4H10 പ്ലസ് എക്സിന്റെ സ്ഥാനത്ത് 4 പ്ലസ് Y/4 10/4 O2 gives XCO2 എന്ന് പറയുമ്പോൾ 4 CO2 പ്ലസ് 10/2 H2O. കൃത്യമായിട്ട് ഒരു തരത്തിലും സംശയമില്ലാത്ത രീതിയിൽ അത് നിങ്ങൾ കൊടുക്കുക. അതിനെ പതുക്കെ ചെറുതായി കൊണ്ടുവരിക. ഓക്കെ, റെഡി. അടുത്ത സ്റ്റെപ്പ് C4H10 അങ്ങനെ തന്നെ എഴുതുന്നു, മാറ്റമില്ലാത്ത രീതിയാണ് അല്ലെ? 4 പ്ലസ് 10/4 എന്ന് പറയുമ്പോൾ നമ്മൾ 10നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, നമുക്കൂടെ ഡിവൈഡ് ചെയ്യാം. 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 4 8 2.5 എന്ന് കിട്ടും. പേടിക്കണ്ട, അത് അതേപോലെ തന്നെ എഴുതുക. 2.5 O2 gives അല്ല സാർ, പോയിന്റ് വരുന്നുണ്ട്. ആ പേടിക്കണ്ടടാ, ഞാനല്ലേ പേടിക്കണ്ടെന്ന് പറഞ്ഞത് അല്ലേ? ദെൻ 4 CO2 പ്ലസ് 10/2 എന്ന് പറയുമ്പോൾ 5 H2O. ഇതുവരെ റെഡിയാണോ? പോയിന്റ് കണ്ടിട്ട് പേടിച്ചു പോകണ്ട കേട്ടോ. ഇനി ഇതൊന്നുകൂടി നമ്മൾ ചെറുതാക്കുകയാണേ. C4H10
പ്ലസ് 4 + 2.5 എന്ന് പറയുമ്പോൾ 6.5 O2 gives okay 4CO2 + 5H2O എന്ന് കിട്ടും അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം എന്താണ്? ആ ഗുരുതരമായ പ്രശ്നം സാർ ഈ നല്ല വൃത്തിയുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു, പക്ഷേ ഇവിടെ ഒരു 6.5 വന്നു സാർ, ഞങ്ങൾ എന്ത് ചെയ്യും സാർ? എടാ ഒന്നും ചെയ്യാനില്ല, 6.5 വന്ന് ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി. പക്ഷെ ഇതിൽ കുറച്ചുകൂടി വൃത്തിയാക്കി എഴുതണമല്ലോ, കുറച്ചുകൂടി വൃത്തിയാക്കി എഴുതാൻ ഈ 6.5 അങ്ങോട്ട് ഒഴിവാണോ? അപ്പൊ 6.5 ഒഴിവാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ 2 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാലോ? ഈ ഇക്വേഷനെ മൊത്തം 2 കൊണ്ട് ഗുണിച്ചാൽ ആ 6.5 അങ്ങ് പോയില്ലേ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനെ മൊത്തം ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷനെ മൊത്തം എത്ര കൊണ്ട് ഗുണിക്കുന്നു? 2 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കടാ, 2 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കുക അല്ലേ. അപ്പൊ നമുക്കൊന്ന് വലുതാക്കിയത് അല്ലേ. 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ഈ ഇടത്ത് സൈഡിലൊക്കെ 2 ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ 2 ഇതാ ഇവിടെ വരിക 2C4H10. സംശയമില്ലല്ലോ, ഇടത്ത് സൈഡിൽ 2 കൊടുക്കുക, C4H10 അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 2 × 6.5 എത്ര വരും? 13 വരും അല്ലെ. 2 × 6.5 എന്ന് പറയുമ്പോൾ 13 O2 അല്ലെ ഗിവ്സ്. റെഡി അല്ലടാ മക്കളെ? 2 × ഇവിടെയൊക്കെ 2 കൊണ്ട് ഗുണിക്കണം കേട്ടോ. അതായത് ഈ ഇക്വേഷൻ മൊത്തം 2 കൊണ്ട് ഗുണിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഈ 6.5 അങ്ങോട്ട് ഒഴിവാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇവിടെ 2 കൊടുത്തു, ഇവിടെ 2 × 6.5 എന്ന് പറയുമ്പോൾ എത്ര വരും? 13 O2 എന്ന് വരും. ഇനി അവിടെ ഇവിടെയും കൊടുക്കുക 2 × 4 എന്ന് പറയുമ്പോൾ 8CO2 അല്ലെ. ഇനി ലാസ്റ്റ് 2 × 5 എന്ന് പറയുമ്പോൾ 10H2O. റെഡി അല്ലടാ മക്കളെ? എല്ലായിടത്തിലും 2 കൊണ്ട് ഗുണിക്കുക. അവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക അല്ലെ. എല്ലാ സ്ഥലത്തും 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. 2C4H10 + 13 O2 gives 8CO2 + 10H2O എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷനിലേക്ക് വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാലൻസ്ഡ് ആയടാ, ഇത് ബാലൻസ്ഡ് ആയി കേട്ടോ. ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു. ഞാൻ വീണ്ടും പറയാണ്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, നിർബന്ധമായിട്ടും ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ആ സന്തോഷം നിങ്ങളെ മുഖത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? കമന്റ് ബോക്സിൽ ഇടണം അല്ലെ. ഞങ്ങൾ കൃത്യമായിട്ട് വലിയൊരു കാര്യം പഠിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എജുപോർട്ടിലൂടെ റിസാറിലൂടെ പുതിയൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ആ ഒരു കമന്റ് അങ്ങോട്ട് ഇടുക. അത് മതി, എനിക്കത് മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിറഞ്ഞ കോൺഫിഡൻറ്റോട് കൂടി ഇതാ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. C8H16 അല്ലെ. C8H16 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കമ്പഷൻ അല്ലെങ്കിൽ ജ്വലന സമവാക്യം അല്ലെ, കമ്പഷന്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ത് ചെയ്യുക? നിങ്ങളുടെ ആ കമന്റിനൊപ്പം എന്ത് ചെയ്യുക? ഇതിന്റെ ഉത്തരമായിട്ടൊന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ കമന്റ് ബോക്സിൽ ഇടാൻ മറന്നു പോരുത്. 2 കാര്യങ്ങളാണ് കമന്റ് ബോക്സിൽ ഇടുന്നത്. ഒന്ന്, നിങ്ങൾക്കുണ്ടായ പുതിയൊരു വെളിച്ചം നിങ്ങൾ എങ്ങനെ കാണുന്നു അല്ലെ, പുതിയൊരു അറിവ് കിട്ടിയപ്പോൾ നിങ്ങളുണ്ടായ സന്തോഷം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പ്രകടിപ്പിക്കുക. മാത്രമല്ല ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ എജുപോർട്ടിലൂടെ എന്താണ് കെമിസ്ട്രി ലൈവുകളൊക്കെ അങ്ങനെ അടിച്ച് തകർക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരെയും കൂട്ടി അവരെയും പഠിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കാണ്. അവരെയും കൂടി കൂട്ടി വരിക. അപ്പോൾ അടിച്ച് പൊളിച്ച് പഠിക്കാം. ഗുഡ് ബൈ.